CPM ആക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് വിവാദമാകുന്നു. കലാകാരന്മാരും മറ്റ് പ്രഗത്ഭ വിവേകശാലികളും ഒക്കെ പോകുന്ന രാജ്യസഭയിലേക്കുള്ള നോമിനേഷനിൽ സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെട്ടത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഉയർത്തി. സദാനന്ദൻ മാസ്റ്റർ എന്ത് യോഗ്യതയിലാണ് രാജ്യസഭയിലേക്ക് പോകുന്നതെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായി മാറുകയും ചെയ്തു. CPM അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന ലേബലിലാണ് സദാനന്ദൻ മാസ്റ്ററെ BJP രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ സദാനന്ദൻ മാസ്റ്ററുടെ കൊടും ക്രൂരതകളുടെ ചരിത്രമാണ് ഇപ്പോൾ CPM സൈബറിടങ്ങളിൽ നിറയുന്നത്. സദാനന്ദൻ മാസ്റ്റർ ചില്ലറക്കാരനായിരുന്നില്ല. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇരുകാലുകളും നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് CPM പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഇരുകാലുകളും വെട്ടിമാറ്റി? ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. മട്ടന്നൂരിലെ CPM പ്രാദേശിക നേതാവ് ജനാർദ്ദനൻ പിള്ളയെ സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള RSS സംഘം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും തല്ലി ഒടിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കാലിന് മാത്രമേ സ്വാധീനമുള്ളൂ. നടക്കാൻ ഊന്നുവടി വേണം. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് കൂത്തുപറമ്പിൽ വെച്ച് സദാനന്ദൻ മാസ്റ്ററെ CPMകാർ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇരുകാലുകളും വെട്ടിയെടുക്കുകയും ചെയ്തത്. ജനാർദ്ദനൻ പിള്ളയെ ആക്രമിച്ചതിലുള്ള തിരിച്ചടി. മട്ടന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ജനാർദ്ദനൻ പിള്ള. ജനാർദ്ദനൻ പിള്ളയെ ആക്രമിച്ചതിന് കാരണം ജനാർദ്ദനൻ പിള്ളയുടെ മക്കളെ സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ബാലഗോകുലത്തിലേക്ക് കൊണ്ടുപോയതാണ്. തൻ്റെ അനുമതി കൂടാതെ മക്കളെ ബാലഗോകുലത്തിലേക്ക് കൊണ്ടുപോയത് ജനാർദ്ദനൻ പിള്ള ചോദ്യം ചെയ്തു. ഇത് വലിയ ഒരു തർക്കമായി മാറി. ഇതേ തുടർന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം ജനാർദ്ദനൻ പിള്ളയുടെ ഇരുകാലുകളും തല്ലിയൊടിച്ചത്, ഒരു കാലിൻ്റെ സ്വാധീനശേഷി നഷ്ടപ്പെടുത്തിയത്. ഇതാണ് ഇപ്പോൾ CPM സൈബറിടങ്ങളിൽ നിറയുന്നത്. അതിനുള്ള പ്രതികാരമായാണ് സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലുകളും CPM പ്രവർത്തകർ വെട്ടിയെടുത്തത്. അതിനും തിരിച്ചടി ഉണ്ടായി ഉടൻ തന്നെ. SFI നേതാവ് KV സുമേഷിനെ RSS സംഘം മാതാപിതാക്കളുടെ മുമ്പിലിട്ട് 31 വെട്ടുവെട്ടി കൊന്നു. 31 വെട്ടുവെട്ടിയാണ് സുമേഷിനെ കൊന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അരുങ്കൊല. 51 വെട്ടിൻ്റെ കഥ പറയുന്നവർ 31 വെട്ടിൻ്റെ കഥയെന്തേ കാണാതെ പോകുന്നത് എന്നാണ് CPM സൈബറിടങ്ങൾ ചോദിക്കുന്നത്. സദാനന്ദൻ മാസ്റ്റർ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ചില അഭിമുഖങ്ങൾ വ്യക്തമാക്കുന്നുവെന്നും CPM സൈബറിടങ്ങൾ പറയുന്നു. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഇരുകാലുകളും വെട്ടിയെടുത്തപ്പോൾ സ്വാഭാവികമായും എൻ്റെ പ്രവർത്തകർ പ്രതികരിച്ചു. അതാണ് KV സുമേഷിൻ്റെ ജീവൻ എടുത്തതെന്ന്. പക്ഷേ KV സുമേഷിന് അക്കാലത്ത് ഒരു കേസ് പോലും ഇല്ലായിരുന്നു. SFIയുടെ സംസ്ഥാന നേതാവായിട്ടും ഒരു പോലീസ് കേസും അദ്ദേഹത്തിനെതിരെ ഇല്ലായിരുന്നു. മാത്രമല്ല, സദാനന്ദൻ മാസ്റ്ററുടെ കാൽ വെട്ടിയെടുത്ത വിവരം അറിഞ്ഞപ്പോൾ KV സുമേഷിനോട് കൂത്തുപറമ്പിലെ വീട്ടിലേക്ക് പോകണ്ട എന്ന് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നു. പാർട്ടി ഓഫീസിൽ കിടക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ RSSകാർ തൻ്റെ സുഹൃത്തുക്കളാണെന്നും തന്നെ ഒന്നും ചെയ്യില്ലെന്നും KV സുമേഷിന് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ വെച്ചാണ് മാതാപിതാക്കളുടെ കൺമുമ്പിലിട്ട് KV സുമേഷിനെ വെട്ടിക്കൊന്നത്. വീണ്ടുമുണ്ടായി സംഘർഷം. ഇതേ തുടർന്ന് P ജയരാജനെ ഒരു ഓണനാളിൽ കതിരൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് RSS അക്രമി സംഘം ആക്രമിച്ചു. P ജയരാജൻ ശക്തമായി ചെറുത്തു നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അതിന് ഉടൻ തന്നെ CPM തിരിച്ചടി നൽകി. KT ജയകൃഷ്ണൻ മാസ്റ്ററെ വധിച്ചുകൊണ്ടായിരുന്നു CPMൻ്റെ തിരിച്ചടി. എന്തായാലും സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം വിവാദമായി മാറുകയാണ്. സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കാനും മോദിക്ക് ഉദ്ദേശമുണ്ട്. പക്ഷേ സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് മോദി നൽകുന്നതെന്ന് CPM സൈബറിടങ്ങൾ ചോദിക്കുന്നു. സദാനന്ദൻ മാസ്റ്ററെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാക്കി BJP മാറ്റുമ്പോൾ KV സുമേഷിൻ്റെ ചോരയ്ക്ക് ആരുത്തരം പറയുമെന്ന് അവർ ചോദിക്കുന്നു.
ജനാർദ്ദനൻ പിള്ളയുടെ കാലുകൾ തല്ലിയൊടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തിയതിന് ആര് ഉത്തരം പറയുമെന്ന് അവർ ചോദിക്കുന്നു. അവരുടെ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. സദാനന്ദൻ കണ്ണൂരിലെ RSSന്റെ തീവ്രമുഖമായിരുന്നു എന്നാണ് CPM സൈബറിടങ്ങൾ തെളിവ് സഹിതം നിരത്തുന്നത്. അന്നത്തെ KV സുമേഷ് വധത്തിൻ്റെ വാർത്തകളും ജനാർദ്ദനൻ പിള്ളയെ ആക്രമിച്ചതിൻ്റെ വാർത്തകളും പത്രവാർത്തകളും ഒക്കെ CPM സൈബറിടങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ജനാർദ്ദനൻ പിള്ളയെ ഏത് അർത്ഥത്തിലാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനും വലിയ പ്രസക്തിയുണ്ട്. സുരേഷ് ഗോപിയെ നോമിനേറ്റ് ചെയ്യാം, അദ്ദേഹം ഒരു കലാകാരനാണ്. PT ഉഷയെ നോമിനേറ്റ് ചെയ്യാം, അവർ ഒരു കായിക താരമാണ്. സദാനന്ദൻ മാസ്റ്ററെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിലൂടെ BJP അർത്ഥമാക്കുന്നത് രക്തസാക്ഷികളെ തങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ്. BJP RSS സംഘം രക്തസാക്ഷികളെ സംരക്ഷിക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം വലിയൊരു വാദമായി മാറിയിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആഘോഷിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ CPM സൈബറിടങ്ങൾ പുറത്തുവിട്ട തെളിവുകൾ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. പൊളിറ്റിക്സ് കേരളയും ഇന്നലെ സദാനന്ദൻ മാസ്റ്ററെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ആ സ്റ്റോറി ഞങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു. കാരണം ആ സ്റ്റോറി ഞങ്ങൾക്ക് വേണ്ട. സദാനന്ദൻ മാസ്റ്ററുടെ ചരിത്രം ചികഞ്ഞെടുത്തു ഞാൻ. ചരിത്രം ചികഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരുപാട് ചോരമണക്കുന്ന കഥകളുണ്ട്. ജനാർദ്ദനൻ പിള്ളയുടെ ജീവിതം തകർത്തതാണ് സദാനന്ദൻ മാസ്റ്റർ. ജനാർദ്ദനൻ പിള്ളയുടെ ജീവിതം തകർത്തത് സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോൾ CPM അതിനെ പ്രതിരോധിച്ചു. ആ പ്രതിരോധമാണ് അദ്ദേഹത്തിന് ഇരു കാലുകളും നഷ്ടപ്പെടാൻ കാരണമായി മാറിയത്. ഇതാണ് സത്യം, ഇതാണ് പരമമായ സത്യം. അതിനുള്ള തിരിച്ചടിയായാണ് KV സുമേഷിനെ വെട്ടിക്കൊന്നത് RSS അക്രമി സംഘം. അതിക്രൂരമായാണ് KV സുമേഷിനെ വെട്ടിക്കൊന്നത്. മാതാപിതാക്കൾ നിലവിളിക്കാൻ പോലും ആകാതെ മകൻ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടുനിന്നു. ഇതിനൊക്കെ സദാനന്ദൻ മാസ്റ്റർ ഉത്തരം പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ MP ആണ്. രാഷ്ട്രപതി നേരിട്ട് നോമിനേറ്റ് ചെയ്ത MP. മോദിയുടെ ലക്ഷ്യം പിഴച്ചു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. സദാനന്ദൻ മാസ്റ്ററെ ജീവിക്കുന്ന രക്തസാക്ഷിയാക്കി BJP കൊണ്ടാടാൻ തീരുമാനിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. പുനഃസംഘടനയിൽ അദ്ദേഹം ഉൾപ്പെട്ടു. അടുത്തിടെ നടന്ന പുനഃസംഘടനയിൽ 2-3 ദിവസം മുമ്പ് നടന്ന പുനഃസംഘടനയിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റുമായി. പക്ഷേ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനുള്ള യോഗ്യത എന്ത്? അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാവലാളായി നിന്നതോ, അക്രമ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ചതോ? പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. CPM സൈബറിടങ്ങളുടെ ചോദ്യങ്ങൾ, കോൺഗ്രസ് സൈബറിടങ്ങളുടെ ചോദ്യങ്ങൾ ഒക്കെ ശരിയാണെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. രമേശ് ചെന്നിത്തലയുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇതാണ്. എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ സംഘർഷത്തിൽ ഇരുവർക്കും പരിക്കുകൾ പറ്റി. ആ പരിക്കിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ രാഷ്ട്രപതി നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ എന്ത് മഹത്വമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്? രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ടെന്ന് പൊളിറ്റിക്സ് കേരള തിരിച്ചറിയുന്നു.